സാഹിത്യലോകത്തിലെ ഒരു സവിശേഷ വിഭാഗമാണ് ഹൈക്യു കവിതകൾ. ലോകസാഹിത്യത്തിലെങ്ങും ഹൈക്യു കവിതകൾക്ക് ഏറെ ആരാധകരുണ്ട്. മലയാളത്തിലും അത്തരത്തിലുള്ള നിരവധി കാവ്യസമാഹാരങ്ങൾ നല്ല വായനക്കാരെ ആകർഷിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഹൈക്യു കവിതകളുടെ സവിശേഷത? ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് അങ്ങേയറ്റം കുറിയ കവിതകളാണ് എന്നതാണ്. മഹാകാവ്യങ്ങളുടെയും ബൃഹദായ ആഖ്യാനങ്ങളുടെയും കാലം അസ്തമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറു കവിതകൾക്ക് ഇന്നത്തെ ലോകത്ത് പ്രാധാന്യം വർദ്ധിക്കുന്നു. ലോകമാകെ തിരക്കിൽ മുഴുകുമ്പോൾ ദീർഘകാവ്യങ്ങൾ ആസ്വദിക്കാനോ അത് അപഗ്രഥിക്കാനോ ഉള്ള താല്പര്യം പൊതുവെ സമൂഹത്തിൽ കുറയുകയാണ്. ഈ സന്ദർഭത്തിലാണ് മിനി കഥകളുടെയും ഹൈക്യു കവിതകളുടെയും ഒക്കെ പ്രസക്തി വർദ്ധിക്കുന്നത്. മഞ്ഞിൻ തുള്ളിയിൽ പ്രപഞ്ചത്തെ കൃത്യമായി ധ്വനിപ്പിക്കുന്ന, പ്രതിബിംബിക്കുന്ന ഒരു സവിശേഷമായ സ്വഭാവം നമ്മൾ പ്രകൃതിയെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മഞ്ഞിൻ തുള്ളിയിൽ ചുറ്റുപാടുമുള്ള സമസ്ത സൗന്ദര്യങ്ങളും ആവാഹിക്കപ്പെട്ട പ്രതീതി. ഇത് തന്നെയാണ് ഹൈക്യു കവിതകളുടെയും പ്രത്യേകത. അത് വളരെ ചെറുതായിരിക്കും, എന്നാൽ അതിവിപുലമായ ജീവിതത്തിൻ്റെ ദാർശനികതയുടെ, തത്വചിന്തയുടെ വെളിച്ചം ആ ചെറു രൂപത്തിനുള്ളിൽ സമർത്ഥനായ കവി ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാം. ഈ അടുത്ത കാലത്ത് വളരെയേറെ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഹൈക്യു കവിതകളുടെ ഒരു സമാഹാരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനായി ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചിലപ്പാതി എന്നാണ് ഈ ഹൈക്യു കവിതകളുടെ പേര്. എഴുതിയത് ഹരി ചാരുത. ഹരി ചാരുതയുടെ ചാരുവായ ഈ കാവ്യസമാഹാരം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിലെ പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ കവിയായി അദ്ദേഹത്തെ ഉയർത്തുന്നുണ്ട്. നവമാധ്യമങ്ങളുടെ കാലത്ത് സ്റ്റാറ്റസായും മറ്റും ഈ കവിതകൾ യുവതലമുറ ഏറ്റെടുക്കും എന്നത് ഉറപ്പാണ്. എന്നാൽ കേവലമായ പ്രതീതി യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം ജീവിതത്തെക്കുറിച്ച് നല്ല ഉൾക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പിടി വാങ്മയ ചിത്രങ്ങളാണ് ഈ കവിതകൾ. തീർച്ചയായും നമുക്കറിയാം, ചൈനീസ് പാരമ്പര്യവും മറ്റും ഉൾക്കൊണ്ട് വന്ന ഹൈക്യുവിൻ്റേതായ വിപുലമായൊരു ലോകമുണ്ട്. പേർഷ്യൻ കവിതകളിലും ഹൈക്യുവിൻ്റെ ശക്തമായ സ്വാധീനത കാണാം. യൂറോപ്യൻ കവിതാശാഖയിലും അത്തരത്തിലുള്ള കുറും കവിതകൾ നിരവധിയാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെയും PM പള്ളിപ്പാടിൻ്റെയും മറ്റും കവിതകളിലൂടെ മലയാളം ഈ ഹൈക്യു പാരമ്പര്യത്തെ സ്വാംശീകരിച്ചിട്ടുണ്ട്. സച്ചിദാനന്ദനും കൽപ്പറ്റ നാരായണനുമൊക്കെ ഈ വഴിയെ സഞ്ചരിച്ചവരുമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ അർത്ഥത്തിൻ്റെ വിപുലമായ ലോകം സമ്മാനിക്കുന്ന ഹൈക്യു കവിതകളാണ് ഹരി ചാരുത എഴുതിയിട്ടുള്ളത്. ദലമർമരം എന്ന കവിത. പാചകം ഗ്യാസിലല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് ഇല നമ്മളോട് പറയുന്നത്. ഏകലവ്യൻ എന്ന കവിതയ്ക്ക് രാഷ്ട്രീയമായ തലമുണ്ട്. ദ്രോണരുടെ പക്കൽ നിന്നും തള്ളവിരൽ തിരികെ വാങ്ങി ഏകലവ്യൻ സർജറി വാർഡിലേക്ക് കയറിപ്പോയി. കണിശം എന്ന കവിതയിൽ ഗുന്ദർഗ്രാസിൻ്റെ വീട്ടുവഴി, ഒബാമയുടെ കിടപ്പുമുറിയിലെ സൗകര്യങ്ങൾ, ആനന്ദിൻ്റെ കരുനീക്കങ്ങൾ, സോളാർ കേസിൻ്റെ നാൾ വഴി ഒക്കെ എനിക്ക് കാണാപ്പാഠം. മോൻ്റെ പനിക്കുള്ള മരുന്നിൻ്റെ കുറിപ്പ് എവിടെയെന്നത് ഒഴിച്ച്. സത്യത്തിൽ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയാമെങ്കിലും തന്നെക്കുറിച്ച് തീരെ അറിയാത്ത ഒരു പിതാവിൻ്റെ വേദന, ഒരു വ്യക്തിയുടെ വേദന ചെറിയ വരികളിലൂടെ ഹരി അവതരിപ്പിക്കുന്നു. വിരലറ്റം എന്ന കവിത അക്ഷരാർത്ഥത്തിൽ കാൽപ്പനികതയ്ക്കെതിരായ അതിശക്തമായ വിമർശനമാണ്. നിന്നെ ആദ്യം കണ്ടപ്പോൾ
നിലത്ത് കളമെഴുതിയ അതേ വിരലാണ് ഇന്ന് മുറിച്ച് കളഞ്ഞത് ഷുഗർ കൂടിയിട്ട് എന്നെഴുതുമ്പോൾ നമ്മുടെ കാൽപ്പനികതയുടെ വർണ്ണസ്വപ്നങ്ങൾക്ക് പകരം യാഥാർത്ഥ്യത്തിൻ്റെ ഭീതിതമായ ചിത്രം പ്രത്യക്ഷപ്പെടുന്നു. തുമ്പ പറഞ്ഞത് എന്ന ഒരു കവിതയുണ്ട്. ഖദറുടുത്തു മടുത്തു സഖാവേ എന്നാണ് അത്രേ തുമ്പ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്ത വിധത്തിൽ പുതിയ നിലയിൽ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ഒരു സവിശേഷ ശക്തി ഹരിക്കുണ്ട്. അക്ഷയപാത്രത്തെക്കുറിച്ച് നമുക്കറിയാം, മഹാഭാരത പ്രസിദ്ധമായ അക്ഷയപാത്രം. എന്നാൽ ഹരിയുടെ കാലത്ത് അത് ക്ഷയപാത്രമാവുകയാണ്. വിളമ്പി മടുത്തപ്പോൾ ആരും കാണാതെ ദ്രൗപദി അക്ഷയപാത്രത്തിനടിയിൽ ഒരോട്ടയിട്ടു എന്നെഴുതുമ്പം പുതിയ കാലം അതിൻ്റെ എല്ലാ സവിശേഷതകളോടെയും പ്രത്യക്ഷപ്പെടുകയാണ്. കുഞ്ഞുണ്ണി മാഷിനെക്കുറിച്ചുള്ള കവിതയും ഏറെ ശ്രദ്ധേയമാണ്. ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും ഒക്കെ ഭീതിപ്പെട്ട സ്ത്രീ ശരീരത്തിൻ്റെ വിമോഹനമായ ലോകത്തെ പുതിയ നിലയിൽ കാണുന്ന കവിതയാണ് നാണക്കേട്. നാഭിച്ചുഴിയിൽ മുങ്ങിമരിപ്പത് നാണക്കേടല്ലോ എന്നെഴുതുമ്പോൾ നമ്മുടെ സ്തോത്ര പാരമ്പര്യം പുതിയ നിലയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അകത്താര് പുറത്താര്, അകത്ത് ദാസൻ പുറത്ത് വിജയൻ, കാളി ഇന്നും പുറംപോക്കിൽ തന്നെ എന്നെഴുതുമ്പോൾ ആ കവിതയുടെ അസ്ത്രം എവിടെയൊക്കെ ചെന്ന് തറയ്ക്കുന്നു എന്ന് ചിന്തിക്കുക. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട മറ്റൊരു കവിതയാണ് അക്വേറിയം. വീട് വെക്കട്ടെ മോനെ, മീനുകളെ കണ്ട് ശാഠ്യം പിടിച്ച മോനോട് ഞാൻ, ഇന്നിപ്പോൾ വീടായപ്പോൾ തിളയ്ക്കുന്ന മീൻ രുചികളാണ് അവനിഷ്ടം എന്നെഴുതുമ്പോൾ ഒറ്റക്കൊമ്പിൽ തീർത്ത പച്ചപ്പിൻ്റെ ശില്പങ്ങളാണ് തെങ്ങുകൾ എന്ന് ചിന്തിക്കുമ്പോൾ ഈ കവി ചെറിയ വരികളിലൂടെ വലിയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. സംഭാരം എന്നൊരു കവിതയുണ്ട്. കട്ടത്തൈരിൽ കിടന്നൊരു കുട്ടി ബാക്ടീരിയ മച്ചു കുടിക്കാൻ ഇത്തിരി കോള കിട്ടുമോ. പുതിയ കാലത്തിൻ്റെ പുതിയ യുവത്വത്തിൻ്റെ ഭാഷ എത്ര കൃത്യമായിട്ടാണ് ഈ കവി എഴുതി അവതരിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായും ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ കാലം അതിൻ്റെ എല്ലാ തീക്ഷ്ണതയോടെയും പ്രത്യക്ഷപ്പെടുകയാണ്. കവിതയുടെ യഥാർത്ഥ മൂല്യം ഇരിക്കുന്നത് അതിൻ്റെ വലിപ്പത്തിലല്ല, അതിൻ്റെ ധ്വനി സവിശേഷതകളിലാണ് എന്ന് വീണ്ടും വീണ്ടും മലയാളിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സാഹിതി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പച്ചിലപ്പാതി എന്ന കാവ്യസമാഹാരം അതിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുകയാണ്. വലിയ തടാകങ്ങളും വലിയ സമുദ്രങ്ങളും വലിയ കാഴ്ചകളും വലിയ ആകാശങ്ങളും കണ്ടു മടുത്തവർക്ക് കവിതയുടെ ഈ ചെറുതുരുത്തിലേക്ക് പ്രവേശിക്കാം. തീർച്ചയായും അങ്ങനെ പ്രവേശിച്ചാൽ മലയാള കവിത സമാന്തരമായി ഒഴുകുന്ന ഒരു പുതിയ ഭൂപ്രദേശം നമുക്ക് കാണാൻ കഴിയും. അത് ഇന്നിനെ മറക്കാത്ത കവിതയാണ്, ഇന്നിൻ്റെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്ന കവിതയാണ്, ഇന്നിൻ്റെ പ്രകൃതിബോധത്തെ ഉൾക്കൊള്ളുന്ന കവിതയാണ്. അതുകൊണ്ട് ഹരി ചാരുതയുടെ ഈ കവിത പച്ചിലപ്പാതി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി തീരുന്നു. ഹരിക്ക് ആശംസകൾ. ഇനി ഈ വാരത്തെ ആനുകാലികങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.